നരകത്തിൻ്റെ ഭീകരമാകുന്ന ഒരു തീക്കുണ്ടാരത്തിൻ്റെ ഖബറ്, കത്തിയാളുന്ന ഖബറ്, ശിക്ഷയുടെ ഖബറ്, ഭീകരതയുടെ ഖബറ്. നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിന്റെ രണ്ടാമത്തെ ഭാഗം, ഔ ഹുഫ്റത്തും മിൻ ഹുഫ്രിൻ നീറാൻ, ചില ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ഖബറ് അത് തീക്കുണ്ടാരമായിരിക്കും, എപ്പോഴും ശിക്ഷയാണ്, ഭീകരമാണ്, കൂരിരുട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വ്യത്യസ്തമായ 7 തരം ഖബറുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മളെല്ലാവരും ഒരു ദിവസം മരണപ്പെടും. നമ്മുടെ നാട്ടുകാരും നമ്മുടെ കുടുംബക്കാരുമൊക്കെ ചേർന്ന് നമ്മുടെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഖബറിൻ്റെ മൂടുകല്ല് വെച്ച് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മീസാൻ കല്ല് നാട്ടി അവരെല്ലാവരും തിരിച്ചു പോന്നാൽ ഖബറിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാവരും ഒറ്റക്കാണ്. അതിൻ്റെ ഉള്ളിൽ നടക്കാനിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് നമുക്കാർക്കും ധാരണയില്ല. ഒരു പക്ഷേ സ്വർഗീയ പൂന്തോപ്പായി മാറും, അതുമല്ലെങ്കിൽ നരകത്തിൻ്റെ ഭീകരമായ തീക്കുണ്ടാരമായി മാറും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ ഇന്ന് പറയുന്നത് 7 തരം വ്യത്യസ്തമായ ഖബറുകളും ആ ഖബറുകളിൽ ലഭിക്കുന്ന ആളുകളുടെ ജീവിത ശൈലികളെക്കുറിച്ചുമാണ്. അള്ളാഹു നമ്മുടെ ഖബറൊക്കെ സന്തോഷമുള്ള റാഹത്തുള്ള ഖബറുകളാക്കി തരട്ടെ. മഹാന്മാരുടെ പോലെയുള്ള വിജയികളുടെ പോലെയുള്ള ഖബറുകൾ നമ്മുടെ ഖബറുകളുമാക്കി തരട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പാരത്രിക ലോക ജീവിതത്തിൻ്റെ തുടക്കമാണ്, ആദ്യത്തെ വീടാണ് ഖബർ. ആ ഖബറിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജീവിതം വിജയമാണ്. ആ ഖബറിൽ നമ്മൾ പരാജയപ്പെട്ടാലോ, നമ്മുടെ ഖബറിൽ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മഹ്ശറയുടെ കാര്യമോ പാരത്രിക ലോക ജീവിതത്തിൻ്റെ കാര്യമോ നമ്മൾ നോക്കേണ്ടതില്ല, അവിടെയും പരാജയമായിരിക്കും. ഒരു മനുഷ്യൻ ഖബറിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവൻ നാളെ പാരത്രിക ലോകത്ത് വിജയിച്ചു. അള്ളാഹു നമ്മെ ഖബറിൽ വിജയിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഫീഹി യബ്ദഉൻ നഈമു അവിൽ അദാബ്, നമ്മുടെ അനുഗ്രഹങ്ങളാണോ നമ്മുടെ ജീവിതം ശിക്ഷകളിലാണോ എന്ന് തീരുമാനിക്കുന്നത് ഖബറിലാണ്. വൽ മർഉ യുജാസാ ഫീഹി അലാ അമലിഹി, ഓരോ മനുഷ്യൻ്റെയും സൽക്കർമ്മങ്ങൾ അനുസരിച്ചാണ്, അവൻ്റെ കർമ്മങ്ങൾ അനുസരിച്ചാണ് അവൻ്റെ ഖബറിൽ അവൻ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി ഒന്നാമത്തെ തരം ഖബറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ വിഭാഗം, ആദ്യത്തെ തരം ഖബർ അൽ ഖബറുൽ മുനവ്വർ, പ്രകാശപൂരിതമായ ഖബർ. നമുക്കറിയാം, മണ്ണ് തുരന്ന് വലിയൊരു ഗുഹയുണ്ടാക്കി കഴിഞ്ഞാൽ കൂരിരുട്ടാണ്. ഖബറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരൽപ്പം പോലും വെളിച്ചമകത്തേക്ക് കിടക്കാത്ത രൂപമാണ്. എന്നാൽ അൽ ഖബറുൽ മുനവ്വറ, പ്രകാശിക്കുന്ന ഖബറുണ്ട്, സന്തോഷത്തിൻ്റെ പ്രകാശം നൽകുന്ന ഒരു ഖബറുണ്ട്. അതാരുടെ ഖബറാണ്? ഹുവ ഖബറുസ് സ്വാലിഹീന വ അഹ്ലിത് ത്വാഅ, ആരാധനകൾ ചെയ്യുന്നവരുടെ ഖബർ, സ്വാലിഹീങ്ങളുടെ ഖബർ. യംലഉല്ലാഹു ഖബറഹും നൂറൻ വറഹ്മ, സ്വാലിഹീങ്ങളുടെ ഖബറുകൾ, അതുപോലെ തന്നെ ആരാധനകൾ ഇഷ്ടപ്പെടുന്നവരുടെ ഖബറുകൾ അള്ളാഹു പ്രകാശം കൊണ്ട് നിറക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ഖബറുകളൊക്കെ പ്രകാശമുള്ള ഖബറുകളാക്കി തരട്ടെ. ഇനി രണ്ടാമത്തെ തരം ഖബർ അൽ ഖബറുൽ മുദ്ലിം, കൂരിരുട്ടിൻ്റെ ഖബർ, ഇരുളടഞ്ഞ ഖബർ, ഒരൽപ്പം പോലും പ്രകാശമില്ലാത്ത ഖബർ. ഒന്ന് ആലോചിച്ചു നോക്കൂ, അനന്തമായ കാലം, എത്ര കാലമെന്നറിയാതെ ഒരു കൂരിരുട്ടിൽ എങ്ങനെയാണ് നമ്മൾ കഴിയുക? ഈ ഭൂമിയിലെ ജീവിതത്തിൽ പോലും 2 ദിവസം സൂര്യൻ ഉദിക്കാതെ കൂരിരുട്ടിൽ താമസിക്കേണ്ടി വന്നാലുള്ള അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. എന്നാൽ ഖബറിൽ 1 ദിവസമല്ല, 2 ദിവസമല്ല, ഒരാഴ്ചയല്ല, 1 വർഷമല്ല, അനേകമായിരം വർഷങ്ങൾ ഖബറിൽ കിടക്കേണ്ടി വരുമ്പോൾ, ഒരു കൂരിരുട്ടിൻ്റെ വീട്ടിൽ കിടക്കേണ്ടി വന്നാൽ
അല്ലാഹു പറയുന്നുണ്ട്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ. ഒരു മനുഷ്യൻ എന്നെ ഓർക്കാതിരുന്നാൽ, എന്നെ മറന്നുപോയാൽ, ഫഇന്ന ലഹു മഈശതൻ ലൻകാ, അവനിക്ക് അല്ലാഹു ഭീകരമായ വേദനയുടെ ജീവിതമാണ് പിന്നീട് നൽകാൻ പോകുന്നത്. അപ്പൊ അല്ലാഹുവിനെ ഓർക്കാത്തവർക്കുള്ള ഖബറാണ് ഹുവ ഖബറു അഹ്ലിൽ ഗഫ്ലത്തി വൽ മആസി. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ തിന്മയിൽ ആറാടി നടക്കുന്നവർക്ക് ലഭിക്കുന്ന ഖബറാണ് ഈ ഇരുട്ടിന്റെ ഖബർ. യകൂനുൽ ഖബറു അലൈഹിം ദുൽമതൻ വവഹ്ശ. ഭീകരതയുടെ ഭീതിതപ്പെടുത്തുന്ന കൂരിരുട്ടിന്റെ ഖബറായിരിക്കും അവർക്കുണ്ടാവുക. ഇനി മൂന്നാമത്തെ തരം ഖബർ, അൽ ഖബറുല്ലദീ ഹുവ റൗളത്തും മിൻ റിയാദിൽ ജന്ന. സ്വർഗീയ തോട്ടങ്ങളുടെ ഖബർ, സ്വർഗത്തിൽ ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ലഭിക്കുന്ന ഖബർ. അൽ ഖബറു റൗളത്തും മിൻ റിയാദിൽ ജന്ന. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗം തന്നെ, ദുനിയാവിൽ നിന്ന് തന്നെ അവർക്ക് സ്വർഗം കിട്ടുകയാണ്. നാളെ പാരത്രിക ലോക ജീവിതം തുടങ്ങുകയാണ്, അവിടെ തന്നെ അവർക്ക് സ്വർഗം ലഭിക്കുകയാണ്. ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ അവർ സ്വർഗമാണ്. മഹ്ശർ കഴിഞ്ഞിട്ടില്ല, ഹിസാബ് കഴിഞ്ഞിട്ടില്ല, മീസാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ മുൻപ് തന്നെ അവർക്ക് ഖബറിൽ സ്വർഗമാണ്. യജ്അലുല്ലാഹു ഖബറൽ മുഅ്മിനി റൗളത്തൻ മിനൽ ജന്ന. അവർക്ക് സ്വർഗത്തിൽ നിന്നുള്ള മനോഹരമായ ഒരു ഭാഗം അവരുടെ ഖബറിലേക്ക് അല്ലാഹു കൊടുക്കും. ഫീഹി റാഹത്തു വസ്സകീനത്തു വന്നഈം. ആ ഖബറിൽ സമാധാനവും അല്ലാഹുവിൻ്റെ അനുഗ്രഹവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന ഖബറാണ്. ഇനി മറ്റൊരു തരം ഖബറാണ് അൽ ഖബറുല്ലദീ ഹുവ ഹുഫ്റത്തും മിൻ ഹുഫ്രിൻ നാർ. നരകത്തിന്റെ ഭീകരമാകുന്ന ഒരു തീക്കുണ്ടാരത്തിന്റെ ഖബറ്, കത്തിയാളുന്ന ഖബറ്, ശിക്ഷയുടെ ഖബറ്, ഭീകരതയുടെ ഖബറ്. നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിന്റെ രണ്ടാമത്തെ ഭാഗം, ഔ ഹുഫ്റത്തും മിൻ ഹുഫ്രിൻ നീറാൻ. ചില ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ഖബറ് അത് തീക്കുണ്ടാരമായിരിക്കും. എപ്പോഴും ശിക്ഷയാണ്, ഭീകരമാണ്, കൂരിരുട്ടാണ്. അവരതിൽ ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും. അല്ലേ? ഹുവ ഖബറുൽ ഫുജ്ജാരി വദ്ദാലിമീൻ. തമ്മാടികളുടെയും അക്രമികളുടെയും ഖബറാണത്. ആരാണ് തമ്മാടികൾ? അല്ലാഹു പറഞ്ഞത് കേൾക്കാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, മദ്യപിക്കുന്ന, വ്യഭിചരിക്കുന്ന, ഒരു നന്മ പോലും ചെയ്യാത്ത, ഹറാമിൽ ഇങ്ങനെ ജീവിതം നയിച്ചു തീർക്കുന്ന ആളുകൾ, അവരുടെ ഖബറാണ് ഹുഫ്റത്തും മിൻ ഹുഫ്രിൻ നീറാൻ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇനി അഞ്ചാമത്തെ ഖബറാണ് അൽ ഖബറുൽ വാസിഅ. വിശാലമാകുന്ന ഖബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഫയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസരിഹി. ചില ആളുകളുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കും. മദ്ദ ബസരിഹി, അവന്റെ കണ്ണെത്താ ദൂരത്തേക്ക് ഖബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കും. ആർക്കാണത്? ഇദാ അജാബൽ മുഅ്മിൻ. ഒരു വിശ്വാസി ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ, അൽ മലക്കൈനി ബിസ്സവാബി വസ്സിഅ ഖബ്റഹു. വസ്സിഅ ഖബ്റുഹു. മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ അവന്റെ ഖബറിനെ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കി കൊടുക്കും. വയുഫ്തഹു ലഹു ബാബും മിനൽ ജന്ന. ഈ ഖബറിലേക്ക് സ്വർഗീയ കവാടമാണ് തുറന്നു കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞത് ഖബർ തന്നെ സ്വർഗമാണ്. ഈ ഖബറിലേക്ക് കവാടങ്ങളാണ് തുറന്നു കൊടുക്കുന്നത്. ഇനി ആറാമത്തെ തരം ഖബർ അൽ ഖബറുൽ ലയ്യിഖ്. ഞെരുക്കുന്ന ഖബർ. ഖബർ ഇങ്ങനെ കൂട്ടിയെടുക്കുന്ന ഖബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസിലുണ്ട്, ഇന്നലിൽ ഖബരി ദഗ്തതൻ. ഖബറിനൊരു കൂട്ടിയെടുക്കലുണ്ട്, ഒരു കൂട്ടിച്ചേർക്കലുണ്ട്. വാരിയെല്ലുകളൊക്കെ പൊട്ടിപ്പോകുന്ന വല്ലാത്ത ഭീകരമായൊരവസ്ഥ. അങ്ങനത്തെ ഖബറുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. യദുമ്മുൽ ഖബറു ബഅദൻ നാസി ബിസബബി ദുനൂബി വൽ ഗഫ്ല. ചില ആളുകളുടെ തിന്മകൾക്ക് അടിസ്ഥാനത്തിൽ, ചില ആളുകൾ ചെയ്തു കൂട്ടിയ കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ, വൽ ഗഫ്ലതി,
അവരുടെ അശ്രദ്ധയുടെ അടിസ്ഥാനത്തിൽ നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും ഹറാമുകളെക്കുറിച്ചുമൊക്കെ തീർത്തും അശ്രദ്ധരായ അത്തരക്കാരുടെ അവരുടെ ഖബറിലേക്ക് വെക്കുമ്പോൾ അവരുടെ ജനാസയെ ഖബർ കൂട്ടിയെടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു ദിവസമല്ലെങ്കിൽ ഇടുങ്ങിക്കിടക്കേണ്ടി വരിക, ആയിരക്കണക്കിന് വർഷം ആ ഇരുളടഞ്ഞ വീട്ടിലിങ്ങനെ ഞെരുങ്ങി അമർന്ന് കിടക്കേണ്ട അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര ഭീകരമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി അടുത്തത് 7ാമത്തെ തരം ഖബറാണ് അൽ ഖബറുൽ മുഅത്തറു ബിർറവാഇഹി ത്വയ്യിബ. സുഗന്ധം പരത്തുന്ന ഖബർ. സുഗന്ധം, ഖബറിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് സുഗന്ധം അനുഭവപ്പെടും. ഭൂമിയുടെ പുറത്തേക്ക് ആ മനുഷ്യൻ, ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ്റെ അടുത്തുള്ള സ്വർഗീയ സുഗന്ധം പുറത്തേക്ക് ഇങ്ങനെ പ്രവഹിക്കുന്ന തരം ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഷഹീദുകളായ ആളുകൾ, ശുഹദാക്കളുടെ ഖബറുകളെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, ഷഹീദായ ആളുകളുടെ ഖബറിൽ നിന്ന് വരുന്ന മനോഹരമായ സ്വർഗീയ സുഗന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ഖബറിൽ നിന്ന് സമാധാനത്തിൻ്റെ ഒരു മനോഹരമായ പരിമളം അവരുടെ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരും. നമ്മൾ നേരത്തെ പറഞ്ഞ ഖബറുകളൊക്കെ ഖബറിൻ്റെ ഉള്ളിലൊതുങ്ങുന്നതാണ്. ഖബർ എടുക്കലും ഖബറിൻ്റെ ഉള്ളിൽ സ്വർഗമാകുന്നതും സ്വർഗത്തിലേക്ക് തുറന്നു കൊടുക്കുന്നതും നരകമാകുന്നതുമൊക്കെ. ഇവിടെ പറയുന്നത് ഖബറിൻ്റെ ഉള്ളിലെ മനോഹരമാകുന്ന ആ സുഗന്ധം പുറത്തേക്ക് പ്രവഹിക്കുന്ന തരം ഖബറുകൾ. അത് അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ ഖബറുകളാണ്. നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു മഹാന്റെ ഖബർ. ആ ഖബറിൽ പാതിരാ സമയത്ത് അതിൻ്റെ അടുത്ത് ചെന്നാൽ സുഗന്ധം നമുക്ക് അനുഭവപ്പെടുമെന്ന്. അങ്ങനെ ഒരുപാട് ഖബറുകളും ഒരുപാട് ചരിത്രങ്ങളുമുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഖബറിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളും അമ്പിയാക്കളും അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ. അങ്ങനെയുള്ള വിജയികളുടെ ഖബറുകളിൽ അള്ളാഹു നമ്മുടെ ഖബറുകളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ ഒറ്റപ്പെടുന്ന ജീവിതത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.